എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരുപിടി സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് വേണ്ടി ഒരു രാജ്യം നടത്തിയ ഇതിഹാസതുല്യമായ എന്നാൽ പലപ്പോഴും വളരെ ക്രൂരമായ ഒരു യാത്രയുടെ കഥയാണ്. പോർച്ചുഗൽ എങ്ങനെയാണ് പഴയ ലോകക്രമത്തെ മാറ്റിമറിച്ച് ഒരു പുതിയ ലോകം തന്നെ സൃഷ്ടിച്ചതെന്ന് നമുക്ക് നോക്കാം. ഈ കഥയുടെയെല്ലാം തുടക്കം ഒരു ചെറിയ ചോദ്യത്തിൽ നിന്നാണ്. വെറുമൊരു കുരുമുളകിനോടുള്ള ആഗ്രഹം അതെങ്ങനെയാണ് ഒരു പുതിയ ആഗോള യുഗത്തിന് തന്നെ തുടക്കമിട്ടത്? നമുക്ക് പരിശോധിക്കാം. പോർച്ചുഗൽ എന്തിനാണ് ഇത്രയും വലിയൊരു റിസ്ക് എടുത്തതെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം അവർ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിലേക്കൊന്ന് പോയി നോക്കണം. അതായത് 15ാം നൂറ്റാണ്ടിലെ യൂറോപ്പിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. അവർക്ക് ഇന്ത്യയിൽ നിന്നും കിഴക്കൻ രാജ്യങ്ങളിൽ നിന്നും വരുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ, അതായത് ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ, പട്ട്, രത്നങ്ങൾ ഇതൊക്കെ വേണം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ വഴികളെല്ലാം നിയന്ത്രിച്ചിരുന്നത് അറബ് വ്യാപാരികളും ഓട്ടോമൻ തുർക്കികളുമായിരുന്നു. 1453 കോൺസ്റ്റാന്റിനോപ്പിൾ കൂടി അവരുടെ കയ്യിലായതോടെ യൂറോപ്പിലേക്കുള്ള വാതിലുകൾ ഏതാണ്ട് പൂർണ്ണമായും അടഞ്ഞു. ഇനി വല്ലതും കിട്ടണമെങ്കിൽ തന്നെ ഈ ഇടനിലക്കാർക്ക് ഭീമമായ വില കൊടുക്കണം. പക്ഷേ ഈ പ്രതിസന്ധിക്കിടയിൽ യൂറോപ്പിന്റെ ഒരറ്റത്ത് കിടക്കുന്ന ഒരു ചെറിയ രാജ്യം പോർച്ചുഗൽ ഒരു വലിയ സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിനു പിന്നിൽ ഒരു രാജകുമാരന്റെ ദീർഘവീക്ഷണമുണ്ടായിരുന്നു. അതെ, നമ്മൾ സംസാരിക്കുന്നത് നാവിഗേറ്റർ എന്നറിയപ്പെടുന്ന പോർച്ചുഗലിലെ ഹെൻറി രാജകുമാരനെക്കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു. അതിന് 2 വശങ്ങളുണ്ടായിരുന്നു. ഒന്ന്, സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിൽ അറബികൾക്കുള്ള കുത്തക തകർത്ത് പുതിയൊരു വഴി കണ്ടെത്തുക. 2, ഇസ്ലാമിന്റെ വളരുന്ന സ്വാധീനത്തെ തടയുക. വെറുമൊരു വാണിജ്യ സംരംഭം എന്നതിലുപരി ഹെൻറി ഇതിനൊരു വിശുദ്ധ ദൗത്യത്തിന്റെ പരിവേഷം നൽകി. 1454 അദ്ദേഹം നിക്കോളാസ് 5 മാർപ്പാപ്പയിൽ നിന്ന് ഒരു ഔദ്യോഗിക അനുമതി തന്നെ നേടിയെടുത്തു. അതുപ്രകാരം കിഴക്കിന്റെ തീരങ്ങളിലേക്ക് അങ്ങ് ഇന്ത്യ വരെ കടലിലൂടെ സഞ്ചരിക്കാനുള്ള എല്ലാ അവകാശവും പോർച്ചുഗലിന് ലഭിച്ചു. ഇവിടെയാണ് കഥയിലെ ഏറ്റവും രസകരമായൊരു ഭാഗം വരുന്നത്. ഇന്ത്യയിലേക്കുള്ള വഴി കണ്ടുപിടിക്കുന്നതിനു മുൻപ് തന്നെ പോർച്ചുഗലും അവരുടെ പ്രധാന എതിരാളിയായ സ്പെയിനും ചേർന്ന് ലോകത്തെ അക്ഷരാർത്ഥത്തിൽ പങ്കിട്ടെടുത്തു. 1494 ടോർഡസ്ലാസ് ഉടമ്പടി പ്രകാരം അവർ ഭൂപടത്തിൽ ഒരു വര വരച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ വരയ്ക്ക് കിഴക്കുള്ളതെല്ലാം ഞങ്ങൾക്ക്, പടിഞ്ഞാറുള്ളതെല്ലാം നിങ്ങൾക്ക്. ഈ വിഭജനം കാരണം സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ ആഫ്രിക്കയും ഭാവിയിൽ കണ്ടെത്താനിരിക്കുന്ന ഇന്ത്യയിലേക്കുള്ള സമുദ്രപാതയും അങ്ങനെ കിഴക്കൻ ലോകം മുഴുവനും പോർച്ചുഗലിന്റെ നിയന്ത്രണത്തിലായി. അതേസമയം പടിഞ്ഞാറുള്ള പുതിയ ലോകം, അതായത് അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ സ്പെയിനിനും കിട്ടി. ഇത് ഇന്ത്യയിലേക്ക് കടന്നു കയറാൻ പോർച്ചുഗലിനൊരു നിയമപരമായ കവചം തന്നെ നൽകി. ഹെൻറി രാജകുമാരന് തന്റെ സ്വപ്നം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അതിനു മുൻപേ മരണപ്പെട്ടു. പക്ഷേ അദ്ദേഹം കൊളുത്തിയ ആ തീ കെട്ടുപോയില്ല. മറ്റുള്ളവർ ആ ദൗത്യം ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു. ആദ്യത്തെ വലിയ മുന്നേറ്റം വന്നത് 1487 ബർത്തലോമിയോ ഡയസ് ആഫ്രിക്കയുടെ തെക്കേ അറ്റമായ ഗുഡ് ഹോപ്പ് മുനമ്പുവരെ എത്തി. അതോടെ ഇന്ത്യയിലേക്കൊരു കടൽമാർഗം സാധ്യമാണ് എന്ന് തെളിഞ്ഞു. പിന്നെയും 10 വർഷം കാത്തിരിക്കേണ്ടി വന്നു. 1497 വാസ്കോ ഡ ഗാമയുടെ നേതൃത്വത്തിൽ ഒരു സംഘം പോർച്ചുഗലിൽ നിന്ന് യാത്ര തിരിച്ചു. അവസാനം 1498 മെയ് മാസം അബ്ദുൽ മജീദ് എന്നൊരു വഴികാട്ടിയുടെ സഹായത്തോടെ ആ 3 കപ്പലുകൾ കോഴിക്കോടിന്റെ തീരത്ത് നങ്കൂരമിട്ടു. ചരിത്രം വഴിമാറിയ നിമിഷം. കോഴിക്കോട്ടെത്തിയ ഡാഗാമയ അവിടത്തെ ഭരണാധികാരിയായ സാമൂതിരി വളരെ സൗഹൃദപരമായിട്ടാണ് സ്വീകരിച്ചത്. കാരണം സാമൂതിരിക്ക് വിദേശ വ്യാപാരികൾ ഒരു പുത്തിരിയല്ലായിരുന്നു. അറബികളും ചൈനക്കാരുമൊക്കെയായിട്ട് വർഷങ്ങളുടെ കച്ചവട ബന്ധം കോഴിക്കോടിനുണ്ടായിരുന്നു. പക്ഷേ ഈ പുതിയ യൂറോപ്യൻ സംഘത്തിന്റെ വരവ് അവിടെ നേരത്തെ തന്നെയുണ്ടായിരുന്ന അറബ് വ്യാപാരികളെ ശരിക്കും ആശങ്കയിലാഴ്ത്തി. ഏകദേശം 3 മാസത്തോളം കോഴിക്കോട്ട് തങ്ങിയ ശേഷം ഡാഗാമ പോർച്ചുഗലിലേക്ക് മടങ്ങി. അദ്ദേഹത്തിന്റെ കപ്പലുകൾ നിറയെ കുരുമുളകും മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളുമായിരുന്നു. യൂറോപ്പിൽ ഈ ചരക്കുകൾ വിറ്റപ്പോൾ കിട്ടിയ ലാഭം അവിശ്വസനീയമായിരുന്നു. ഈ ഒരൊറ്റ യാത്രയുടെ വിജയം പോർച്ചുഗലിന് ഇന്ത്യയിലേക്കുള്ള വഴി തുറന്നുകൊടുത്തു. കൂടുതൽ പരിവേഷണങ്ങൾക്ക് അത് വലിയൊരു പ്രചോദനമായി. പക്ഷേ ആ ആദ്യത്തെ യാത്രയുടെ വൻ വിജയം കാര്യങ്ങളെല്ലാം മാറ്റിമറിച്ചു. വെറും കച്ചവടം മാത്രം മതിയാവില്ലെന്ന് പോർച്ചുഗീസുകാർക്ക് തോന്നിത്തുടങ്ങി. പതിയെ അവരുടെ നയം സൗഹൃദപരമായ വ്യാപാരത്തിൽ നിന്ന് അക്രമാസക്തമായ ആധിപത്യത്തിലേക്ക് വഴിമാറി. ഈ മാറ്റത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 1500 നടന്ന കബ്രാൽ സംഭവം. പെഡ്രോ അൽവാരിസ് കബ്രാളിന്റെ നേതൃത്വത്തിൽ വന്ന സംഘം കോഴിക്കോട്ടൊരു ഫാക്ടറി സ്ഥാപിച്ചു. എന്നാൽ അധികം വൈകാതെ നാട്ടുകാർ ഈ ഫാക്ടറി ആക്രമിക്കുകയും കുറെ പോർച്ചുഗീസുകാരെ കൊല്ലുകയും ചെയ്തു. ഇതിനോടുള്ള കബ്രാളിന്റെ പ്രതികാരം അതിക്രൂരമായിരുന്നു. അയാൾ അറബികളുടെ കപ്പലുകൾ പിടിച്ചെടുത്ത് അതിലുണ്ടായിരുന്ന 100 കണക്കിന് ആളുകളെ കൊന്നു, ചരക്കുകൾ തട്ടിയെടുത്തു. അവിടം കൊണ്ട് നിർത്തിയില്ല. കോഴിക്കോട് നഗരത്തിനു നേരെ പീരങ്കി ആക്രമണം നടത്തി.
പിന്നാലെ 1501 വാസ്കോഡ ഗാമയുടെ രണ്ടാം വരവോടെ ഈ ശത്രുത കൂടുതൽ രൂക്ഷമായി. ഇത്തവണ ഡാഗാമ വന്നത് കച്ചവടത്തിന് മാത്രമല്ല, പ്രതികാരം ചെയ്യാനും കൂടിയായിരുന്നു. സാമൂതിരിയുമായുള്ള ബന്ധം അതോടെ പൂർണ്ണമായും തകർന്നു. സമാധാനപരമായ കച്ചവടത്തിന്റെ നാളുകൾ എന്നേക്കുമായി അവസാനിച്ചു. ഇനി നമുക്ക് നോക്കാം, എങ്ങനെയാണ് ഈ അക്രമവും ശത്രുതയും ഒരു പൂർണ്ണധന്യ സാമ്രാജ്യത്തിന്റെ നിർമ്മാണത്തിലേക്ക് നയിച്ചതെന്ന്. ഇവിടെയാണ് രണ്ട് പ്രധാനപ്പെട്ട ഗവർണർമാരുടെ, അൽമേഡയുടെയും അൽബുക്കർക്കിന്റെയും രംഗപ്രവേശം. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് ഗവർണറായിരുന്നു ഫ്രാൻസിസ്കോ ഡി അൽമേഡ. അദ്ദേഹത്തിന്റെ നയം വളരെ ലളിതമായിരുന്നു. അദ്ദേഹം വിശ്വസിച്ചത് ഇതാണ്: കടലിൽ നമുക്ക് ആധിപത്യമുണ്ടെങ്കിൽ ഇന്ത്യ നമ്മുടെ കയ്യിലിരിക്കും. ആ ശക്തിയില്ലെങ്കിൽ കരയിൽ എത്ര വലിയ കോട്ട കെട്ടിയിട്ടും ഒരു കാര്യവുമില്ല. ഈ ഒരു തന്ത്രത്തെയാണ് ബ്ലൂ വാട്ടർ പോളിസി എന്ന് വിളിക്കുന്നത്. അൽമേഡയുടെ നയം ശക്തമായിരുന്നെങ്കിലും കിഴക്കൊരു പോർച്ചുഗീസ് സാമ്രാജ്യം എന്ന സ്വപ്നം യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കിയത് അദ്ദേഹത്തിന്റെ പിൻഗാമിയായ അൽഫോൺസോ ഡി അൽബുക്കർക്കാണ്. അദ്ദേഹത്തെയാണ് കിഴക്കൻ പോർച്ചുഗീസ് ശക്തിയുടെ യഥാർത്ഥ ശില്പി എന്ന് വിളിക്കുന്നത്. അൽബുക്കർക്ക് വെറും യുദ്ധങ്ങൾ ജയിക്കുകയായിരുന്നില്ല, മറിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കച്ചവടത്തിന്റെ കഴുത്തിനു പിടിക്കുകയായിരുന്നു. അദ്ദേഹം തന്ത്രപ്രധാനമായ ചില സ്ഥലങ്ങൾ പിടിച്ചെടുത്തു. പേർഷ്യൻ ഗൾഫിലേക്കുള്ള കവാടമായ ഹോർമൂസ്, കിഴക്കൻ ഏഷ്യയിലേക്കുള്ള വ്യാപാരപാത നിയന്ത്രിക്കുന്ന മലാക്ക, പിന്നെ ഏറ്റവും പ്രധാനമായി 1510 ബിജാപൂർ സുൽത്താനിൽ നിന്ന് ഗോവ പിടിച്ചെടുത്ത് അതിനെ ഏഷ്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാക്കി മാറ്റി. പോരാത്തതിന് പോർച്ചുഗീസുകാരുടെ അനുമതിയില്ലാതെ ഒരു കപ്പലിനും ആ വഴി പോകാൻ പറ്റാത്ത ഒരു പെർമിറ്റ് സിസ്റ്റം കൂടി തുടങ്ങി. പക്ഷേ അൽബുക്കർക്കിന്റെ ഈ വിജയഗാഥയ്ക്ക് വളരെ ഇരുണ്ട ഒരു വശമുണ്ടായിരുന്നു. അത് മുസ്ലിം വ്യാപാരികളോടുള്ള അദ്ദേഹത്തിന്റെ കടുത്ത ശത്രുതയായിരുന്നു. കിഴക്കൻ വാണിജ്യരംഗത്തുനിന്ന് മുസ്ലിങ്ങളെ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്നത് അദ്ദേഹത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു. ഇതിനായി അതിക്രൂരമായ പീഡനങ്ങളും അടിച്ചമർത്തലുകളും അദ്ദേഹം നടപ്പിലാക്കി. അതുകൊണ്ടുതന്നെ പ്രശസ്ത ചരിത്രകാരനായ സതീഷ് ചന്ദ്ര പറയുന്നതുപോലെ 1498 വാസ്കോഡ ഗാമ കോഴിക്കോട്ട് കാലുകുത്തിയത് വെറുമൊരു കപ്പലിറക്കമായിരുന്നില്ല. അത് ലോകചരിത്രത്തിൽ തന്നെ ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമായിരുന്നു. പ്രത്യേകിച്ച് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള ബന്ധം അതോടെ എന്നേക്കുമായി മാറിമറിഞ്ഞു.